വരാൻ ശ്രമിച്ച മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് CM മടവൂരിന്റെ അവിടെ മക്കാമ് കിട്ടാത്തപ്പോ വേറൊരു സമാന്തരം പടച്ച ഇവരുടെയും അവസ്ഥ അതാണ്. ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കക്ഷികളാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പരമ്പരയുടെ കോലപ്പ മനസ്സിലായില്ലേ? ചോദിക്കട്ടെ, ഇത് മാത്രമൊന്നുമല്ല ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾ പാരമ്പര്യമല്ലേ അവകാശപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അവരേത് വിഭാഗക്കാരാണെങ്കിലും സ്നേഹത്തോടുകൂടി നിങ്ങളോട് പറയട്ടെ, ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ സ്ഥാപിച്ചത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന്, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഇമാം നാഫിഉ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അങ്ങനെ ഇങ്ങനെ ഇന്ന് വരെ പരമ്പര മുറിയാതെ കണ്ണിയറ്റ് പോകാതെ കിട്ടിയതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ എന്നല്ലേ നിങ്ങളിവിടെ സമർത്ഥിച്ചത്? ആ ആശയത്തെയാണ് ഈ ഖണ്ഡിക്കുന്നത്, ആ ആശയത്തെയാണ് ഈ സ്നേഹത്തോടെ ഈ ആയിരങ്ങളുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ നിങ്ങളുടെ വിശ്വാസം? സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഭരണം നടത്തുവാനുള്ള അധികാരം റിജാലുൽ ഗൈബ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നല്ലേ? ഈ ലോകത്തിന്റെ നിയന്ത്രണം നടത്താൻ അല്ല ചില റിജാലുൽ ഗൈബ്, ചില അദൃശ്യ പുരുഷന്മാരാകുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിനെ നിയമിച്ചിരിക്കുന്നു എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം പറയണേ. തീർന്നില്ല. അല്ലാഹു അവന്റെ ഭൂമിയിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം എന്താ ചെയ്യാ? അന്ത്യപ്രവാചകന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കൊടുക്കുന്നു. നബിക്ക് കിട്ടിയ വഹീന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് അക്കാര്യത്തെക്കുറിച്ച് ശരിക്ക് പഠിച്ചോ. നബിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വഹി കിട്ടിയാൽ അത് ഖിദ്ർ നബി അലൈഹിസ്സലാമിന് കൈമാറുന്നു. ഖിദ്ർ നബി അതാ ഇവിടെ അല്ലാഹു നിശ്ചയിച്ച ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായ ഖുതുബുൽ അഖ്താബിന് കൈമാറുന്നു. ഖുതുബിൽ നിന്ന് താഴേക്കിടയിലേക്ക് കിട്ടുന്നു, ഔതാദുകൾക്ക് കിട്ടുന്നു, അബ്ദാലുകൾക്ക് കിട്ടുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു ക്യാബിനറ്റ് ഈ ലോകം നിയന്ത്രിക്കാനുണ്ടെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം ഒന്ന് പറയണേ. തീർന്നിട്ടില്ല. ആ വലിയ അദൃശ്യ പുരുഷന്മാര് ഇതിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങുകയാണ് പോലും. ഖുതുബുൽ അഖ്താബ്, ഔതാദ്, നുഖബാ, നുജബാ, ഇങ്ങനെയുള്ള ക്യാബിനറ്റിലെ നിങ്ങൾ സങ്കല്പിച്ച ചില ആളുകളില്ലേ, അവരാണല്ലോ ഈ പ്രപഞ്ചത്തിന്റെ ഭരണം നടത്തുന്നത്. നിങ്ങളുടെ വിശ്വാസപ്രകാരമാ പറയുന്നത്. അവരിവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. അവർ ലോകത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവയെക്കുറിച്ച് നാടൊട്ടാകെ നടന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഖുതുബുൽ അഖ്താബിന് റിപ്പോർട്ട് നൽകുന്നു. വെറുതെ നിങ്ങളുടെ പേരിൽ കെട്ടിവെച്ചതല്ല. നിങ്ങളുടെ മുഖപത്രമായ റിസാലയിൽ നിങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ച അന്ധവിശ്വാസമാണിത്. നിങ്ങളുടെ വിശ്വാസപ്രകാരം ഇത് ശരിയായിരിക്കുമല്ലോ. പറയോ, പരമ്പര റസൂലിൽ എന്ന് പറയോ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ എന്ന് പറയോ, നാഫിഇൽ എന്ന് പറയോ, ഇമാം മാലിക്കിൽ എന്ന് പറയോ, ഇമാം ഷാഫിഈൽ എന്ന് പറയോ. അതില്ലെങ്കിൽ നിങ്ങൾ ഇനി പരമ്പരയെക്കുറിച്ച് ഒരക്ഷരം പറയരുതേ. നിങ്ങൾക്കതിന് ധാർമ്മികമായി അവകാശമില്ലെന്ന് പറയട്ടെ. മാത്രമല്ല, അല്ലാഹു കേൾക്കും പോലെ കേൾക്കും, അല്ല കാണും പോലെ കാണും, അല്ല അറിയും പോലെ അറിയും എന്ന് മഹത്തുക്കളെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ആ വിശ്വാസത്തിന്റെ പരമ്പര പറയോ. അമ്പിയാക്കളെ കൊണ്ടും ഔലിയാക്കളെ കൊണ്ടും സത്യം ചെയ്ത് മന്ത്രിക്കാമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം പറയൂ. ഖബർസ്ഥാനിൽ പോയിട്ട് നേരത്തെ വൈലത്തൂർക്കാരൻ തങ്ങളെന്ന് പറയുന്ന വ്യക്തി പോയിട്ട് കടന്നില്ലേ? പറയൂ നിങ്ങൾ അതിന്റെ പാരമ്പര്യം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പറയോ, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയോ, സഹാബിമാരിൽ നിന്ന് പറയോ, തബീഈങ്ങളിൽ നിന്ന് പറയോ, ശഫീ ഇമാമിൽ നിന്ന് പറയോ. ഖബർ മുത്തുന്നത്, ഖബർ തൊട്ട് വന്നിക്കുന്നത്, ഖബറിലെ മൂടുപടം അതിന്റെ മേലെ അതെടുത്ത് നിങ്ങൾ ചുംബിക്കുന്നു. അങ്ങനെ പലതും നിങ്ങൾ ചെയ്യുന്നു. പറയോ, പരമ്പര പറയൂ.
ബറക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഖബറിടത്തിൽ വിളക്ക് കൊളുത്തി വെക്കുന്നില്ലേ? നിങ്ങളുടെ പല മക്ബറകളിലും വിളക്കില്ലേ? നിങ്ങളവിടെ ഇങ്ങനെ വലിയ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടില്ലേ? പാരമ്പര്യം പറയണേ. മരിച്ചുപോയവരുടെ ആത്മാക്കളിലേക്ക് വേണ്ടി അൽഫാത്തിഹ ഓതിയിട്ട് നിങ്ങൾ ഹദിയ ചെയ്യാറില്ലേ? അതിന്റെ പാരമ്പര്യം പറയണേ. ഖബറിന്റെ മുകളിൽ പട്ടുകൊണ്ടും മറ്റു തുണികൾ കൊണ്ടുമൊക്കെ നിങ്ങൾ മൂടാറില്ലേ? അതിന്റെ പാരമ്പര്യം പറയണേ. ചെണ്ടമുട്ടിക്കൊണ്ട് ഖബർ സിയാറത്ത് അനുവദിച്ചു തന്ന ഒരു കാലില്ലേ നിങ്ങളുടെ പരമ്പരയിൽ? അങ്ങനത്തെ ഒരാളില്ലേ? ശാലിയാത്തി മിണ്ടിയിട്ടില്ലല്ലോ നിങ്ങൾ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിയാത്തി പറയുന്നത് ചെണ്ടമുട്ടിക്കൊണ്ട് ഖബർ സിയാറത്തിന് പോകാം, കുഴൽ വിളിച്ചുകൊണ്ട് ഖബർ സിയാറത്തിന് പോകാം. പറയൂ, പരമ്പര പറയൂ. പാരമ്പര്യം അവകാശപ്പെട്ട മുസ്ലിയാരെ, നിങ്ങൾക്ക് പാരമ്പര്യം തെളിയിക്കാൻ കഴിയണം. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പിടിച്ചോ മൗലവി. റസൂലുള്ള ഇന്ന ഖബർ ചുംബിച്ചതാണ്, ഇമാം നാഫിഈ ഇന്ന ഖബർ ചുംബിച്ചതാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചുംബിച്ചതാണ്. എന്തിനാ ഞാൻ ഈ പേരുകൾ മാത്രം പറയുന്നത്? നിങ്ങൾ തൊട്ടെണ്ണിയ പരമ്പരയുടെ അങ്ങേ തലക്കലുള്ള 5 മഹാന്മാരാണിത്. ആ മഹാന്മാരുടെ പേരിൽ കൂടി നിങ്ങൾ ഇന്ന് ചെയ്യുന്ന സർവവൃത്തികേടുകളും കെട്ടിവെക്കാൻ അവരോട് മഹബ്ബത്തുള്ള മുജാഹിദുകൾ സമ്മതിക്കൂല കേട്ടോ. സമ്മതിക്കണമെങ്കിൽ നിങ്ങളത് തെളിയിച്ചു തരണം. വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്. ഇനിയോ ഒരു ചാണിലധികം ഖബർ കെട്ടി ഉയർത്തുന്നതിന്റെ പാരമ്പര്യം പറയണം. മഴ ലഭിക്കാൻ വേണ്ടി മക്കാമിലെ കൊടിയും പിടിച്ച് മുട്ടും വിളിയുമായി നടക്കുന്നതിന്റെ പാരമ്പര്യം പറയണം. ഖബറാളികളുടെ ഖബറിന്റെ പുറത്ത് പേരും മറ്റും മീസാൻ കല്ലിന്മേൽ എഴുതി വെക്കുന്നതിന്റെ പാരമ്പര്യം പറയണം. റബീഉൽ അവ്വൽ മാസത്തിലും 12-ാം തീയതിയും മതപരമായ പ്രത്യേക ചടങ്ങുകൾ നിങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ പാരമ്പര്യം പറയണേ. ഖബർ സിയാറത്ത് ചെയ്യുന്നവന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ പലതവണ ഇവിടെ വെച്ചും ചോദിച്ചതാണ്, ഇനിയും ചോദിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഒരാൾ ഖബർ സിയാറത്തിന് ചെന്നാൽ അയാളുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ഖബറിൽ അല്ലാഹു ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വതറതൻ യഖ്റുജുൽ വലിയു, വലിയ തന്നെ ചിലപ്പോൾ ഖബറിന്ന് പുറത്തേക്ക് വന്നിട്ട് കാര്യം സാധിപ്പിച്ച് തന്നേക്കാനും ഇടയുണ്ട് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഹോജമാരി എഴുതിയിട്ടുണ്ട്. പാരമ്പര്യം പറയണേ. ഇത് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് വായിക്കൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം നാഫിഈ റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം മാലിക് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യട്ടെ, ശഫീ ഇമാം റിപ്പോർട്ട് ചെയ്യട്ടെ. അങ്ങനെ നിങ്ങളിലേക്ക് ഇങ്ങ് പരമ്പര മുട്ടിക്കൂ. വെറുതെ പാരമ്പര്യത്തിന്റെ ബടായിയും പറഞ്ഞിട്ട് ഞങ്ങൾക്കേ പരമ്പരയുള്ളൂ എന്ന് ഞാനിവിടെ ചിലരെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ. ആയിരക്കണക്കിന് നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളുണ്ട്, ദീനിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അവക്കൊക്കെ നിങ്ങൾ അങ്ങേ തലയിലെണ്ണിയ അഞ്ചാളിൽ നിന്ന് ഉദ്ധരിക്കണേ, പരമ്പര തെളിയിക്കണേ. വിനയത്തോടെ ആവശ്യപ്പെടുന്നു. സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനുമൊക്കെ പോകൽ നിരുപാധികം ഹറാമാണെന്ന് നിങ്ങൾ വിലക്കുന്നുണ്ട്. പള്ളിയിൽ പോയി ഇബാദത്ത് ചെയ്യുന്നത്, ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്നാണ് നിങ്ങളുടെ വാദം. ആ വാദത്തിന് നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിക്കണം. അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ ആ നിലക്ക് സ്ഥാപിക്കണം. ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ? നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളുണ്ട്, നിങ്ങൾ മലക്കുകൾക്ക് ചില പ്രത്യേക പേരിട്ടിട്ടുണ്ട്, നിങ്ങൾ ചില ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുന്നുണ്ട്. നിങ്ങളുടെ കുത്തുബിയത്തിന്റെ അതിന്റെ ശേഷം കുറെ ആളുകളുടെ പേര് കേൾക്കുന്നുണ്ട്. മദ്ഹബ് തൊംറയാൻ, അങ്ങനെയൊക്കെ പല പേരുകളുമുണ്ട്. ഹസ്തസ്കൂഷ് എന്നൊക്കെ പലതും കാണുന്നുണ്ട്. അങ്ങനെ പല പേരുകളുമുണ്ട്. തെളിയിക്കണേ. റസൂലുള്ള പറഞ്ഞത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടത്, അവിടെ നിന്ന് നാഫിഈ ഇമാം കേട്ടത്, അവിടെ നിന്ന് മാലിക് ഇമാം കേട്ടത്, അവിടെ നിന്ന് ശഫീ ഇമാം കേട്ടത്, അതൊന്ന് തെളിയിക്കണേ. വിനയത്തോടെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പാരമ്പര്യമില്ല. നിങ്ങളുടെ
പാരമ്പര്യം യഥാർത്ഥത്തിൽ ചെന്ന് മുട്ടുന്നത് മറ്റെവിടെയൊക്കെയോ കേന്ദ്രങ്ങളാണ്. അപ്പോൾ കരയുദ്ധത്തിന് വന്നയാളുടെ ഒന്നാമത്തെ വെടി പൊയ് വെടിയാണ്. അതിന് ഒരു നിലക്കും മൂർച്ചയില്ലാത്ത, ഒരു നിലക്കും മുനയില്ലാത്ത അമ്പാണ് കരയുദ്ധക്കാരന്റെ കയ്യിൽ ആദ്യം തൊടുത്തു വിടാനുണ്ടായത്. ശാന്തം, പാവം, കഷ്ടം. ഇനി പറയട്ടെ, രണ്ടാമത്തെ ആയുധത്തിന്റെ സ്ഥിതി എന്താണ്? രണ്ടാമത്തെ ആയുധം എന്താണ്? മൂപ്പര് പൊട്ടിച്ച ഏറ്റവും വലിയ വെടി എന്താണ്? പക്ഷേ പൊയ് വെടിയായി പോയി. എന്താ? മഹാന്മാരായ എല്ലാ ഇമാമിയങ്ങളും വളരെ കൃത്യമായി പറഞ്ഞതാണ്. മുജാഹിദുകൾക്ക് ആ കാര്യം